പ്രിയമുള്ളവരെ, വാസ്തവ്യം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് വാസ്തുവിദ്യയിൽ വൃക്ഷങ്ങളുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ്. ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇത് ഗ്രഹമാണെങ്കിൽ ഗ്രഹത്തിന് പുറത്ത് വാസ്തുമണ്ഡലത്തിൽ ചെടികളൊക്കെ വേണേ നടാം. വാസ്തുമണ്ഡലത്തിന് പുറത്ത് വരുന്ന സ്ഥലത്താണ് അന്തസാരം, അതായത് അകത്ത് കാതലുള്ള വൃക്ഷങ്ങളെ അന്തസാര വൃക്ഷങ്ങളെന്നും പുറമേ കാതലുള്ള വൃക്ഷങ്ങളെ ബഹിർസാരമെന്നും മുഴുവൻ കാതലുള്ള വൃക്ഷങ്ങളെ സർവസാരമെന്നും കാതിലില്ലാത്ത വൃക്ഷങ്ങളെ നിസാരമെന്നും നാലായി തിരിച്ചിരിക്കുന്നു. ഒന്നുകൂടെ പറയാം. അകത്ത് കാതലുള്ള വൃക്ഷങ്ങളെ അന്തസാര വൃക്ഷങ്ങളെന്നും ബഹിർസാരം, അതായത് പുറമേ കാതലുള്ള വൃക്ഷങ്ങളെ ബഹിർസാരമെന്നും മൂന്നാമതായി വരുന്ന സർവസാരം, അതായത് തേക്ക്, ഈട്ടി മുതലായവ. നിസാര വൃക്ഷങ്ങളായിട്ട് വരുന്നത് കപ്പളം, ഏഴിലമ്പാല തുടങ്ങി വട്ട തുടങ്ങി എങ്ങനെയൊക്കെയാണ് എന്നറിയില്ല. പല സ്ഥലത്തും പല പേരിലാണ് ഈ നിസാര വൃക്ഷങ്ങളെ അറിയപ്പെടുന്നത്. അപ്പോൾ നിസാര വൃക്ഷങ്ങളെ അവസാനമായിട്ട് വരുന്നത് ഒരിക്കൽ കൂടി ഗ്രഹം ഇതാണെങ്കിൽ ഗ്രഹത്തിൻ്റെ വാസ്തുമണ്ഡലം കഴിഞ്ഞു വരുന്ന ആദ്യ ഭാഗത്ത്, അതായത് ഈ ഭാഗത്ത് അന്തസാര വൃക്ഷങ്ങളും രണ്ടാമത്തെ ഭാഗത്ത് ബഹിർസാര വൃക്ഷങ്ങളും മൂന്നാമത്തെ സ്ഥാനത്ത് സർവസാര വൃക്ഷങ്ങളും അതിന് പുറത്ത് നിസാര വൃക്ഷങ്ങളും നടാം. ഇതാണ് ഗ്രഹത്തിൽ വീടിനെ സംബന്ധിച്ച് എനിക്ക് പറയുവാനുള്ളത്. പിന്നെ പറയുവാനുള്ള വൃത്താകൃതിയിലുള്ള വൃക്ഷങ്ങളെ പുരുഷവൃക്ഷങ്ങളെന്നും, അത് ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വൃക്ഷങ്ങളെ പുരുഷവൃക്ഷങ്ങളെന്നും, പുരുഷവൃക്ഷങ്ങൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ രൂപത്തിൽ വരുന്ന വൃക്ഷങ്ങളെ സ്ത്രീവൃക്ഷങ്ങളെന്നും പറയും. സ്ത്രീവൃക്ഷങ്ങൾ വ്യക്തമായ ഒരു രൂപങ്ങളുമില്ലാത്ത വൃക്ഷങ്ങളെ നപുംസക വൃക്ഷങ്ങളെന്നും പറയും. അതിന് സ്ഥിരമായ ഒരു